അത് ശരി. ചുമ്മാതല്ല മുറി വിട്ട് പുറത്തു വന്ന് നിൽക്കുന്നത്. ഏതവളെയാ ഈ പാതിരാത്രയ്ക്ക് കുത്തി വിളിക്കുന്നത്? ഞാൻ നിന്റെ ഭാര്യയാണെന്ന് വല്ല വിചാരം ഉണ്ടോ നിനക്ക്? നന്ദന, ഐ ടോൾഡ് യു 100 times. ഞാൻ ഇന്നിരിക്കുന്ന ഒരു ചെയറുണ്ട്, ഒരു പൊസിഷൻ, MD, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കേട്ടോ, എനിക്ക് ഫോൺ വരും, ഞാൻ അങ്ങോട്ട് വിളിക്കും. ഇറ്റ്സ് മൈ ബിസിനസ്, നൺ ഓഫ് യുവേഴ്സ്. അണ്ടർസ്റ്റാൻഡ്? ഹലോ. ഹലോ, നീ വിളിച്ചതായിട്ട് കുറെ കോൾ അലേർട്ട് മെസ്സേജ് കിട്ടി. എന്ത് പറ്റി നീ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കാൻ? റാണി, നീ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും മൂവ്മെന്റ് നടത്തുന്നുണ്ടോ? എവിടെ നീ ഇപ്പോ? അയ്യോ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ, നാടൊന്നും വിട്ടിട്ടില്ല. എനിക്കൊരു ലക്ഷ്യം നേടാനുണ്ട്, അത് നേടിയാലേ ഞാൻ പോവൂ. ലക്ഷ്യം? എന്ത് ലക്ഷ്യം? എന്റെ ലക്ഷ്യം എന്താന്ന് ഇനിയും നിനക്കറിയില്ലേ? നീ മാത്രമാണ് എന്റെ ലക്ഷ്യം. ഞാനത് നേടിയേ അടങ്ങൂ. റാണി, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, എനിക്കൊരു കുടുംബമുണ്ട്, എന്നെ ഉപദ്രവിക്കരുതെന്ന്. അരവിന്ദ്, അവരവർക്ക് അവരവരുടെ ഇഷ്ടങ്ങളാ വലുത്. എന്റെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ ഞാൻ എന്തും ചെയ്യും. അത് നീ ചോദ്യം ചെയ്യരുത്. അതിന് ഉത്തരം കിട്ടിയെന്ന് വരില്ല. ശരി, അത് നീ എന്ത് വേണേ ആയിക്കോ. എന്റെ ബ്രോയെ നീ കണ്ടിരുന്നോ? എനിക്ക് പറയേണ്ടത് അത് മാത്രമാണ്. ഇതുവരെ കണ്ടിട്ടില്ല. ഇനി താമസിയാതെ നിന്റെ ബ്രോ എന്നെ തിരക്കി വരും. വരുത്തും ഞാൻ. എന്തിനാണെന്നല്ലേ? കുടുംബത്തിന്റെ മാനം കാക്കാനായിട്ട്, അനുജന് 2ാം കെട്ട് ഉറപ്പിക്കാൻ. അത് നിന്റെ വെറും മോഹം മാത്രമാണ്, അറിയില്ല നിനക്കെന്നെ. ദേ നോക്ക്, ഇത് നിനക്കുള്ള എന്റെ അവസാനത്തെ താക്കീതാ. ഇനിയും ഇങ്ങനെ ഓരോ തരികിടയായിട്ട് മുന്നോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിലേ ഞാനങ്ങ് നേരെ വരും നിന്നെ തേടി. അതിനിടവരുത്തരുത്, ഓർത്താ കൊള്ളാം നിനക്ക്. ആരാ അവള്? പേരെന്താ? പേര് സോഫിയ ലോറൻസ്. എന്റെ രഹസ്യ കാമുകിയ. കുറെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇത്രയും ബയോഡാറ്റ മതിയോ നിനക്ക്? കൈയെടുക്ക, കൈയെടുക്കടി. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വശങ്ങളും അനലൈസ് ചെയ്ത് വേണം നമ്മൾ കൊട്ടേഷൻ തയ്യാറാക്കാൻ. മാത്രമല്ല, മുൻ വർഷങ്ങളിൽ ടെൻഡർ എന്തു തുകയ്ക്ക് പോയി എന്നും നോക്കണം. അതും പുതിയ കൊട്ടേഷനും തമ്മിലുള്ള പെർസെന്റേജ് ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റാ. ഒരിക്കലും ഹൈലി റിസ്ക് ഉള്ള ഒരു എമൗണ്ട് കോട്ട് ചെയ്യരുത്. മനസ്സിലായമ്മേ, ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അച്ഛൻ സ്ഥലത്തില്ലാത്തോണ്ടാ ഞാൻ അമ്മയെ ബുദ്ധിമുട്ടിച്ച്. ഇനിയിപ്പോ ബിസിനസ് സെന്ററൊക്കെ ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. വെരി ഗുഡ്. ഇത് നോക്കി.
എന്റെ മനസ്സിൽ എന്താണെന്ന് കല്യാണിക്ക് മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് മനസ്സിലാവും. ഇനിയും വൈകിക്കാൻ പാടില്ല. കല്യാണി എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഇന്ന് തന്നെ അമ്മയോട് പറയണം. ദാ ഇത് ചിക്കി. ആ ഇപ്പൊ മനസ്സിലായി. നിന്റെ ഈ മാറ്റം കാണുമ്പോ ചിലപ്പോ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഈ മാറ്റത്തിന് ആദ്യം നീ താങ്ക്സ് പറയേണ്ടത് ആനന്ദിനോടാ. തീർച്ചയായിട്ടും അമ്മേ. ആ ദേ വന്നല്ലോ എന്നെ അടിപൊളി മാറ്റിയെടുത്ത ആള്. ദേ ബ്രോ ഒരൊറ്റ ആളാ എന്നെ ഇങ്ങനെ ജോലി എടുക്കാൻ പഠിപ്പിച്ചത്. ഇപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത് മുമ്പ് ഞാൻ എത്രമാത്രം സമയമാ വേസ്റ്റ് ചെയ്തതെന്ന്. താങ്ക് യു ബ്രോ, താങ്ക്സ് ലോട്ട്. ശരി ശരി, വരവ് വെച്ച് രസീതും തന്നിരിക്കുന്നു. അമ്മേ, നിങ്ങൾ ഡിസ്കഷൻ കഴിഞ്ഞോ അതോ ഇനിയും വല്ലതും? കഴിഞ്ഞു ആനന്ദേ. എന്തുപറ്റി? അല്ല, അമ്മ ഫ്രീ ആണെങ്കിൽ അമ്മയോട് എനിക്കൊരു കാര്യം പറയണമായിരുന്നു. നിനക്ക് സംസാരിക്കാനാണെങ്കിൽ എപ്പോ വേണമെങ്കിലും അമ്മ ഫ്രീ ആകും മോനെ. ഈ ലോകത്ത് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മയ്ക്ക് എന്തും. താങ്ക്സ് അമ്മ, താങ്ക്സ് അലോട്ട്. അമ്മ സമ്മതിച്ച പിന്നെ അച്ഛനോട് കാര്യം പറയാൻ എളുപ്പമാണ്. അതുകൊണ്ടാ ഞാൻ. ശരി ശരി, പറയ കാര്യം. കാര്യം അത് പിന്നെ കല്യാണിയെ പറ്റി അമ്മ എനിക്ക് സംസാരിക്കാനുള്ളത്. ആഹാ, അത് വിചിത്രമാണല്ലോ. എന്നോടും പിന്നീട് നിന്റെ അച്ഛനോടും എന്താ നിനക്ക് കല്യാണിയെ കുറിച്ച് സംസാരിക്കാനുള്ളത്? അവള് നമ്മുടെ ഫാമിലി മെമ്പറൊന്നും അല്ലല്ലോ. അതല്ല, അറിയാം. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും കല്യാണിയുടെ ലൈഫിനെ കുറിച്ച് സീരിയസ് ആയിട്ടൊരു തീരുമാനത്തിലെത്തണം. എത്തിയേ പറ്റൂ. ഇറ്റ്സ് ഹൈ ടൈം നൗ. അത്ര അർജന്റ് ആണെന്നൊക്കെ പറഞ്ഞാ നീ എന്താ ഉദ്ദേശിക്കുന്നേ? സിമ്പിൾ. അമ്മയ്ക്ക് അറിയാലോ, ഈ വീട്ടിലേക്ക് ആദ്യം വന്നു കയറിയ കല്യാണിയും ഇപ്പോഴത്തെ കല്യാണിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസം. ആദ്യം അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇന്നവൾ അമ്മയുടെ മനസ്സിൽ വല്ലാതെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചെന്ന് പറഞ്ഞാ മതി. അതിന് വളഞ്ഞു മൂക്കി തൊടുന്നത് എന്തിനാ നാം മനസ്സിലാവാത്തത്? കല്യാണി ചെയ്ത സേവനങ്ങൾ ഒന്നൊന്നായി അമ്മയ്ക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതാ. ഇങ്ങനെ ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന കല്യാണിയെ വെറും ഒരു ജോലിക്കാരിയെ പോലെ കാണാതെ നമ്മളിൽ ഒരാളെ പോലെ കാണണം. അതിന് അമ്മ ആദ്യം പറഞ്ഞ തിരുത്തി അവളെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആക്കിയേ പറ്റൂ. മാഡം, വരൂ ദാസേട്ടാ. മാഡം തിരക്കിന്ന് പറഞ്ഞു. അതെ, നമ്മുടെ കല്യാണിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വരാൻ പറഞ്ഞത്. യാദൃച്ഛികമായിട്ടാണെങ്കിലും കല്യാണിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ആനന്ദം ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ട്. അതും നന്നായെന്ന് എനിക്ക് തോന്നുന്നു. ആശ്വാസമായി. എന്റെ മനസ്സിൽ എന്താണെന്ന് അമ്മയ്ക്ക് പൂർണ്ണമായി മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ കുടുംബത്തോട് ഇത്രയും കടപ്പാടും അടുപ്പവും സൂക്ഷിക്കുന്ന കല്യാണിയെ ഈ കുടുംബത്തിലെ ഒരാളാക്കണമെന്നാണ് എന്റെയും കൃഷ്ണേട്ടന്റെയും ആഗ്രഹം. ഇപ്പതാ ആനന്ദും അത് തന്നെ പറഞ്ഞുറപ്പിച്ചിരിക്കുക. എന്താനതേ, അതല്ലേ നിന്റെ ആഗ്രഹം? അതെ അമ്മേ, തീർച്ചയായിട്ടും. ദേ, അതുകൊണ്ട് ഇന്നിപ്പൊ ഞാൻ കല്യാണിയെ ഈ കുടുംബത്തിലെ ഒരാളാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുക. തൃച്ചംബരം കുടുംബത്തിലെ ഒരാളെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട്.
ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ കാണൂന്ന് എനിക്കറിയാം. കല്യാണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ആരാണെന്ന്. അത് നമ്മുടെ വിലാസിനിയുടെ രണ്ടാമത്തെ ആങ്ങളയുടെ മകനാ. പേര് ചന്ദ്രപ്രതാപ്. ഒരു പരിചയവും ഇല്ലാത്ത ആർക്കെങ്കിലും കല്യാണിയെ കെട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ വിലാസിനിയുടെ ആങ്ങളയുടെ മോന് കെട്ടിച്ചു കൊടുക്കുമ്പോ ഒന്നുമില്ലെങ്കിലും കല്യാണി തൃച്ചംബരത്തെ സ്വന്തക്കാരിയാവുമല്ലോ. കല്യാണിക്ക് നല്ലൊരു ജീവിതമാവും. ദാസേട്ടൻ എന്തു പറയുന്നു? മാഡം എന്ത് തീരുമാനിച്ചാലും എനിക്ക് സന്തോഷ. ഇതിനും അങ്ങനെ തന്നെ. കല്യാണി, നീയൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ നിന്റെ അഭിപ്രായം? പറയടി പറ. നീ ഇതിന് സമ്മതം പറഞ്ഞ നിന്റെ മനസ്സിൽ ആനന്ദില്ലെന്നർത്ഥം. അത് വേണം അഖിലാണ്ടേശ്വരിക്ക് കേൾക്കാൻ. എന്താ കല്യാണി ഇത്ര ആലോചിക്കാൻ? എന്താണെങ്കിലും നീ മറുപടി പറ. ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിന്നാൽ എങ്ങനെയാ? അതെ കല്യാണി, നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ പറഞ്ഞോ. ആരും നിന്നൊന്നും പറയില്ല. ഇത് നീ തന്നെ സ്വതന്ത്രമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം. കറക്റ്റ്. നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി, വേണ്ടെങ്കിൽ വേണ്ട, വിട്ടേക്ക്. ഞങ്ങൾ ആരും നിന്നെ ഒന്നും പറയില്ല. പക്ഷേ സൈലൻസ് പറ്റില്ല. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, രണ്ടിലൊന്നും നീ പറഞ്ഞേ പറ്റൂ. എനിക്ക് യെസ് ആണ് മാഡം. മാഡം പറയുന്ന ഏത് കല്യാണത്തിന് ഞാൻ റെഡിയാ. വെരി ഗുഡ്. വിലാസിനി. ആ ചേച്ചി, അപ്പൊ കല്യാണിക്ക് ഈ കല്യാണത്തിന് സമ്മതോ? നിനക്കെന്താ സന്തോഷായില്ലേ? ആ സന്തോഷായി ചേച്ചി, വളരെ വളരെ സന്തോഷായി. കല്യാണിയെ പോലൊരു പെണ്ണിനെ കിട്ടിയില്ലേ, അത് ചന്ദ്രന്റെ ഭാഗ്യാണെന്നേ ഞാൻ പറയൂ. അല്ലേമേ, ചെറുക്കൻ എന്താണോ പണി? അല്ല, വല്ല കഞ്ചാവ ചടവല്ലാണോ? അല്ല, ഇളയമയുടെ കുടുംബത്തിലെ ആളാണ്ട് ചോദിച്ചാ തെറ്റിയിരിക്കരുത്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. അവന് മുംബൈയിൽ ബിസിനസ്സാ. കൂടെ കൂടെ ഫ്ലൈറ്റിൽ വരും, തിരിച്ചു പോകുന്നത് എയറോപ്ലെയിനിലാ. സത്യം പറഞ്ഞ എന്റെ ആങ്ങളയുടെ മോനായതുകൊണ്ട് പറയല്ല, നല്ല ചെക്കനാ. ദേ, നല്ല ഒന്നാന്തര സ്വഭാവം. നമ്മുടെ കല്യാണിക്ക് എന്തുകൊണ്ട് ചേരും, 100%. അങ്ങനെയാണെങ്കിൽ വിലാസിനി, നിന്റെ ആങ്ങളുടെ മോനോട് എത്രയും പെട്ടെന്ന് വരാൻ പറയണം. നമ്മളിത് ഉറപ്പിക്കുക. ആ ശരി ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അപ്പൊ കല്യാണി, എല്ലാം നന്നായിട്ട് വരും. ഓൾ ദി ബെസ്റ്റ്.
ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഒരുപാട് നന്ദി. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. മുഴുവ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നീ ഇങ്ങനെ മനസ്സിൽ സ്ഥാനം പിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കല്യാണി, എന്നും എപ്പോഴും എന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വലിയൊരു സ്ഥാനം. ദാ ഈ നെഞ്ചിനകത്ത്. ഇതെന്റെ വാക്ക്. ഞാൻ നിന്റെ സ്വന്തം വലിയ കുഞ്ഞ്. എന്താ അങ്ങനെയല്ല എന്റെ സ്ഥാനം? നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും പല്ലു നിന്നെ ഒഴിവാക്കി മാറ്റി നിർത്തരുത്. എനിക്ക് താങ്ങാനാവാത്തത് അത് മാത്രമാണ്. ഇതാരാണെന്നറിയാമോ നിനക്ക്? എന്റെ ദൈവമാ, ദൈവം. പല്ലുവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കൂടെ ഞാനും വന്നേനെ. എന്റെ മാനം കാത്ത ആളല്ലേ. എന്നും കല്യാണിക്ക് കരുതലും തണലുമായ ഈ ആളില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നൊരു തോന്നല്. നീ എന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. ഞാൻ ജീവനായി കരുതുന്ന എന്റെ പെണ്ണിനെ നിനക്കവിടെ കാണാൻ പറ്റും. അവളാണ് ഞാൻ സ്വന്തമാക്കാൻ കൊതിക്കുന്ന എന്റെ പെണ്ണ്. ആ ഡാ, നീ ഇനി വെച്ച് താമസിപ്പിക്കാനൊന്നും നിക്കണ്ട. ഇവിടെ ചേച്ചി പറഞ്ഞിരിക്കുക നിന്നെ ഉടനെ വിളിച്ചു വരുത്താൻ. കിട്ടുന്ന വണ്ടിയോ വള്ളമോ ഏതാന്ന് വെച്ചാ അതീ കേറിങ്ങ പോര്. ആന്ന് അതെ, ഇന്നെങ്കി ഇന്ന്, നാളെങ്കി നാളെ. ഇവിടെ മൈതാനവും പന്തും ഒക്കെ റെഡിയാ. ഇനി നീ വന്ന് കളിച്ച് ഗോൾ അടിച്ചാ മതി. ആന്റി. ആ ആ ശരി ശരി, ഇറങ്ങുന്നതിന് മുൻപ് വിളിക്ക്. ഞാൻ ഫോൺ വെക്കുവാ. ബൈ. എന്താടി നീ എന്താ ഇവിടെ വന്ന് കറങ്ങുന്നേ? ആന്റി, ചന്ദ്രപ്രതാപിനെ കൊണ്ട് കല്യാണിയെ കല്യാണം കഴിപ്പിക്കാൻ പോവാണെന്ന് കേട്ടു. അവനാളൊരു പ്രശ്നക്കാരനാ. അയ്യോ, ഇവിടെ സർവ്വചരാചരങ്ങൾക്കും കാതുകളാ. നീയായിട്ടിനി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പ്ലാൻ ഇല്ലാതാക്കല്ലേ. ഇങ്ങോട്ട് വാ. ദേ, നിന്നെ ഇവിടെ കയറ്റിയതുപോലെ തന്നെ അവന് വേണ്ടിയിട്ട് ഇവിടെ പന്തലൊരുക്കാനുള്ള ഉത്സാഹത്തിലാ ഞാൻ. നീയായിട്ടിനി അവന്റെ ഗുണഗണങ്ങൾ വിളമ്പി അത് നശിപ്പിക്കരുത്. അത് ആന്റി എന്ത് വേണേലും ആയിക്കോ. ഇവിടെ എനിക്കിതുവരെ ഒരു ജോലിയും തന്നിട്ടില്ല ആരും. ആന്റി ഒന്നുകൂടി സഹായിച്ച ഇപ്പൊ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്നും നല്ല അധികാരമുള്ള ജോലിയിലേക്ക് എനിക്ക് കയറാൻ പറ്റും. രശ്മി, അതും സാധിച്ചെടുക്കാൻ നിനക്ക് പറ്റും. ആ കല്യാണിയെ തന്നെ അണഞ്ഞു നിന്നാ മതി. കാര്യങ്ങൾ എളുപ്പാ. കൂട്ടത്തില് ഞാനും ഉണ്ടല്ലോ ഇവിടെ. അതെനിക്ക് മനസ്സിലായ ആന്റി. തൃച്ചംബരത്തെ ഇളയ മരുമകളായ വിലാസിനിയേക്കാൾ അലിഖിത അധികാരം കല്യാണിക്കാണെന്ന്. അതുകൊണ്ട് തന്നെ നീക്കങ്ങളും ശ്രദ്ധാപൂർവം ആയിരിക്കണമെന്ന് എനിക്കറിയാം. ഒരു ചുവട് പിഴച്ച മടങ്ങിപ്പോക്കേ വഴിയുള്ളൂ. കല്യാണി അഖിലാണ്ടേശ്വരിയെ കീഴടക്കിയ ആയുധം തന്നെ മൂർച്ച കൂട്ടി അവൾക്കെതിരെ പ്രയോഗിക്കാനാ ഇനി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കല്യാണി അഖിലാണ്ടേശ്വരിയെ കീഴടക്കിയ ആയുധോ? മനസ്സിലായില്ല. നീ എന്താ ഈ പറയുന്നേ? ആന്റി, കല്യാണി അഖിലാണ്ടേശ്വരിയെ കീഴടക്കിയ ആയുധം വിശ്വാസമാ.
ആ ആയുധം രാഗി മിനുക്കിയെടുത്ത് കല്യാണിയോട് തന്നെ പ്രയോഗിച്ച് അവളുടെ വിശ്വാസം നേടിയെടുക്കണം. അതുവഴി ആനന്ദിന്റെ ഓ വേണ്ടി വന്ന വിശ്വാസം നേടാൻ ഇരുവർക്കും ഇടയില് ഒരു ഹംസത്തിന്റെ വേഷവും ഞാൻ കെട്ടും. ആ, ഉം. കോലം കെട്ടിയ തുള്ളണോന്നല്ലേ പറച്ചില്. ഇനി അതും ആയിക്കളയാം. എന്താ? ആ, കൊള്ളാം. ബെസ്റ്റ്. നീയാണ് എന്റെ യഥാർത്ഥ അനന്തരവൾ. നല്ല കുരുട്ട് ബുദ്ധിയാ നിനക്കും. ആ, ഇനി മതി മതി. കൂടുതൽ നിന്നാലേ ആർക്കെങ്കിലും സംശയം തോന്നും. പൊയ്ക്കോ പൊയ്ക്കോ. ഉം, നമുക്ക് സമയാസമയം ഇതുപോലെ കാണാം. പൊയ്ക്കോ. ശരി ആന്റി. ഇവള് തൃച്ചമ്പരം പൊളിച്ചടുക്കും. കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പറ്റിയ ജോഡി തന്നെ.